ഷാനൂസ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഉള്ള ഒരു ചോദ്യപേപ്പർ, മാതൃകാ ചോദ്യപേപ്പറാണിത്. എന്ന് പറയുമ്പോൾ ഇത് 10th ലെവൽ പ്രിലിംസിന് വേണ്ടി നടത്തിയ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് ഇതിന് ഏകദേശം 85 കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങേണ്ടത് എപ്പോഴും 85-ന് മുകളിലായിരിക്കണം. ഇതിലൂടെ 90 മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരാൾക്ക് പ്രിലിംസ് കടക്കാം എന്ന് വിശ്വസിക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൂന്ന് ഹോട്ട് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കൂന്ന് 1-2 ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് പഠിക്കുമ്പോൾ നമുക്കൊരിക്കലും അതിലേക്ക് എത്താൻ പറ്റില്ല. എന്നാൽ ഹോട്ട് പോയിൻറ്റ്സ്, ഹോട്ട് ടോപ്പിക്കുകൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹോട്ട് ടോപ്പിക്കുകൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേങ്കിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദ്യപേപ്പർ മുഴുവനായി ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് 90+ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. ഹോട്ട് ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ എണ്ണം പഠിച്ചു അല്ലേ, എല്ലാ ഭാഗത്തുനിന്നും വരില്ല. എന്നാൽ ഒരു ചോദ്യപേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കിന് അവിടെ നിന്നും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, എല്ലാ സിലബസിൻ്റെ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്ത് പോയിട്ടാണ് 100 മാർക്ക് വരിക അല്ലേ. അപ്പം നമ്മൾ ചോദ്യപേപ്പർ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. എന്ന് പറയുന്നത് ഹോട്ട് പോയിൻറ്റ്സിലെ ഹോട്ട് ടോപ്പിക്കുകൾ പഠിക്കേണ്ടെന്നൊന്നുമേ അല്ല പറയുന്നത്, അത് പഠിച്ചു വെക്കണം. ഒരു 3-4-5 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഹോട്ട് ടോപ്പിക്ക് നമ്മൾക്ക് തന്നെ സ്വയം കണ്ടെത്താം. കാരണം ഒരേപോലെ വരുന്ന ചോദ്യങ്ങൾ ഒരേപോലെ ഒരു ഏരിയയിൽ മാത്രം വരുന്നുണ്ടാവും അല്ലേ. അതല്ലേ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചോദ്യപേപ്പർ ചെയ്ത് നോക്കുക, എത്ര മാർക്കുണ്ടെന്ന് കൂടി വിശകലനം ചെയ്യുക. കാരണം 86+ ആണ് പ്രിലിംസിൻ്റെയൊക്കെ കട്ട് ഓഫ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ 90 മാർക്ക് വാങ്ങിക്കാൻ പഠിക്കണ്ടേ, എങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് എത്തപ്പെട്ടുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏതാണ്? 1. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. 2. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. 3. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഇതിൽ കേരള പോലീസിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ 1ഉം 2ഉം നമുക്ക് ആൻസറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ A ആണ് ഉത്തരമായി വരിക. ഓപ്ഷൻ A ആണ് ഉത്തരം അല്ലേ. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. അതുപോലെ പോലീസ് സേനയുടെ മേധാവിയാണ് DGP എന്നതും. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. പക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, തെഹ്രി ഡാം കൃഷ്ണ, സർദാർ സരോവർ കൃഷ്ണ. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡി ഏതൊക്കെയാവുന്നുള്ളൂ എന്നൊന്ന് പറയാം. ശരിയായ ജോഡികൾ, ഒന്നാമത്തെ ശരിയായ ജോഡിയാണ് അല്ലേ, രണ്ടാമത്തെ ശരിയായ ജോഡിയാണ്, നാലാമത്തതും ശരിയായ ജോഡിയാണ്. അപ്പോൾ 1ഉം 2ഉം 4ഉം ശരിയായ ജോഡിയാണ്. നമ്മുടെ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അതായത് പക്രാനങ്കൽ സത്ലജ് എന്ന് പറയുന്നത്, പക്രാനങ്കൽ സത്ലജ്, സർദാർ സരോവർ നർമ്മദ, അതുപോലെ ഹിരാക്കുഡ് മഹാനദി അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് എന്ത് ഹോട്ട് ടോപ്പിക്കാണ് പഠിക്കുക അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് പഠിക്കും? നദികളെക്കുറിച്ച് മുഴുവൻ പഠിക്കും അല്ലേ. നദികളെക്കുറിച്ച് ഇന്ത്യൻ നദികളെക്കുറിച്ചാണ് ഇവിടെ പറയുക. ഇന്ത്യൻ നദികൾ, ഈ നർമ്മദയൊക്കെ എപ്പോഴും ചോദിക്കുന്ന, നർമ്മദയെക്കുറിച്ച് സർദാർ സരോവർ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കൃഷ്ണയെ പറ്റി. അപ്പം ഇവിടെ സത്ലജ്, മഹാനദി, കൃഷ്ണ, നർമ്മദയുണ്ട്. ഈ നദികളെക്കുറിച്ചൊക്കെ ഉത്ഭവം കൂടി പഠിക്കണം അപ്പോഴും അല്ലേ. അത് എവിടെ നിന്ന് വരുന്നു എന്ന് പഠിക്കാം. അതുണ്ടാക്കുന്ന എന്താണ്, നദീതടങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം അല്ലേ, ഡാമുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. അപ്പോഴേ ആ ടോപ്പിക്ക് തീരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? പക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ എന്നിവയാണ് ശരിയായത്. അടുത്ത ക്വസ്റ്റ്യൻ, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? വാഗ്ഭടാനന്ദ ഗുരു അല്ലേ. നെക്സ്റ്റ് പോയിന്റ്സ് ബുക്കിൽ എഴുതി വെക്കണം. വാഗ്ഭടാനന്ദൻ, സാമൂഹ്യ പരിഷ്കർത്താക്കളല്ലേ, അവർക്കൊരു പേജ് കൊടുത്തെന്ന് എഴുതി വെക്കണം. വാഗ്ഭടാനന്ദൻ എന്ന് എഴുതി വെക്കുക. അപ്പോൾ വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, കണ്ണൂർ ജില്ലയിലെ പാട്യത്തിൽ ജനിച്ചു. 2. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു.
3 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 4 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. ഓക്കെ, ഇതിൽ വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആൻസർ? നമുക്ക് എന്തൊക്കെയാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു വാഗ്ഭടാനന്ദ ഗുരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് വെക്കണം. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. അടുത്തത് 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അടുത്ത പോയിന്റ് എന്താണ്? 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അപ്പോൾ വാഗ്ഭടാനന്ദൻ്റെ ഗുരുവിനെ പറ്റി എല്ലാമായോ? ഇല്ല. അപ്പോൾ ഒരു റാങ്ക് ഫെയിലോ ടെക്സ്റ്റുകളോ മറ്റോ ഉണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ലേസിയായിട്ട് ടെക്സ്റ്റൊക്കെ ഉണ്ട് എന്ത് ചെയ്യണം? ആ ഭാഗം പോയി കണ്ടെത്തിയിട്ട് ബാക്കി പോയിൻറ്റ്സ് കൂടി എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോഴേ ഹോട്ട് ടോപ്പിക്കിൻ്റെ പഠനം പൂർത്തിയാകുന്നുള്ളൂ. ഓക്കെ, ഇനി വാഗ്ഭടാനന്ദൻ്റെ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറഞ്ഞ പ്രസ്താവന ശരി ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആൻസർ 1, 2, 3. അപ്പോൾ ഹോട്ട് ടോപ്പിക് എങ്ങനെ പഠിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ഞാൻ ക്വസ്റ്റ്യനും ആൻസേഴ്സും മാത്രം പോകാം. എത്ര മാർക്ക് സ്കോർ ചെയ്യും നമുക്ക് നോക്കിപ്പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ ഡിലീറ്റ് ആണ് അല്ലേ? വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുമ്പോൾ സ്വദേശാഭിമാനി പ്രസ്ഥാനം അല്ലേ? സ്വദേശാഭിമാനി പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ ആണ്. അതുപോലെ ഒരു എന്താ പറയുക, ദീപിക എന്ന പത്രവും അദ്ദേഹത്തിൻ്റെയാണ്. ദീപിക എന്ന പത്രവും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. ദീപിക എന്ന പത്രവും വക്കം ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് അല്ലേ? മുൻപ് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണിത്. സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദറിൻ്റെത് സ്വദേശാഭിമാനി എന്നുള്ളതും ദീപിക എന്ന പത്രവും ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഭായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്ര പ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ 1, 2, 3. അതായത് ഓപ്ഷൻ എ ആൻസറാണ്. ഒന്നാമത്തത്, രണ്ടാമത്തത്, 3 ശരിയാണ്. വൈക്കം സത്യാഗ്രഹം. അടുത്ത താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? ഒന്നാമത്തത് പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, 2 തുഹ്ഫത്തുൽ മുവഹ്ഹിദീൻ, 3 ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, 4 സതിഹിതബോധിനി. ഇതിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെത് 4ാമത്തതാണ് അല്ലേ? ഉൾപ്പെടാത്ത ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ് എന്നതും തുഹ്ഫത്തുൽ മുവഹ്ഹിദീൻ എന്നതും ഗൈഡ് ടു പീസ് ഹാപ്പിനെസ് എന്നതും രാജാറാം മോഹൻ റോയിയുടേതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3 ശരിയായ ജോഡികൾ. ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരമാണ്. കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ്? കണ്ണൂരാണ്. തുടക്കക്കാരായ പഠിതാക്കളുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലെ ആൻസേഴ്സ് വരുമ്പോൾ ഈ ആൻസറുകൾ മാത്രം ഷോർട്ടായി എഴുതി വെക്കാൻ ശ്രമിക്കുക. ഒരു 10 ക്വസ്റ്റ്യൻ പോയിട്ട് 5 എണ്ണത്തിൻ്റെ എഴുതായി വെച്ചാൽ മതി. നമുക്ക് പ്രിലിംസൊക്കെ കടക്കാൻ പറ്റും. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം നേരെ എഴുതി വെക്കുക. ഫോക്ലോർ അക്കാദമി ഏതാണ്? കണ്ണൂരാണല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടുത്ത പോയിൻറ്റ്സും പഠിക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരി ഏതാണ്? ശരി എന്താണ് ഇവിടെ? മഹാത്മാഗാന്ധിയെക്കുറിച്ച് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം.
ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ആണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഒന്നാമത്തെ മാത്രമാണ് തെറ്റായ ജോഡി. ആൻസർ ഓപ്ഷൻ എ, ഒന്നാമത്തെ മാത്രം തെറ്റായ ജോഡിയാണ് അല്ലേ. ബാക്കി ശരി പറയുമ്പോഴോ നാറ്റോ ബ്രസൽസ്, നാറ്റോ ബ്രസൽസ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം. ഇൻ്റർപോൾ ലിയോൺ, ഇൻ്റർപോൾ ലിയോൺ. ഒന്നുകൂടി പഠിക്കാം. നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇൻ്റർപോൾ ലിയോൺ. അടുത്തത് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് 10 കഴിഞ്ഞില്ലേ, അപ്പോൾ ഒരു പ്രസ്താവന രീതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൺ വേർഡ് മാത്രമുള്ള നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും പറഞ്ഞു പോവാം. എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കുകയും ചെയ്യാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബി ആർ അംബേദ്കർ, സി അബ്ദുൽ കലാം ആസാദ്, ഡി ജവഹർലാൽ നെഹ്റു. ആൻസർ ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്, ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ആർക്കാണ്? ഓപ്ഷൻ എ സലാമതി, ബി തെമ്പു, സി കാണ്ടോ, ഡി നമച്ചബർവ. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി നമച്ചബർവ. അടുത്ത ക്വസ്റ്റ്യൻ, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ഡാഷ്. ഓപ്ഷൻ എ ടെറായ്, ഓപ്ഷൻ ബി എസ്കർ, ഓപ്ഷൻ സി കരീവ, ഓപ്ഷൻ ഡി ബാബർ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ഏത്? ആൻസർ ഓപ്ഷൻ സി കരീവ. ഓപ്ഷൻ സി കരീവ. അടുത്തത്, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. ഓപ്ഷൻ എ ഓപ്പൺ കാസ്റ്റ് മൈനിങ്, ഓപ്ഷൻ ബി ഹൈവാൾ മൈനിങ്, ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ്, ഓപ്ഷൻ ഡി പ്ലേസർ മൈനിങ്. ആൻസർ ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഓപ്ഷൻ എ ഹെമറ്റൈറ്റ്, ഓപ്ഷൻ ബി ബേരിയം സൾഫേറ്റ്, ഓപ്ഷൻ സി മഗ്നീഷ്യം, ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ആൻസർ ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓപ്ഷൻ എ പ്രളയ സമതലങ്ങൾ, ഓപ്ഷൻ ബി എക്കൽ കോണുകൾ, ഓപ്ഷൻ സി മടഞ്ഞിട്ട അരുവികൾ, ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഏത്? ഓക്സ്ബോ തടാകങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ആൻസർ ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ആൻസർ ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. നറൗറ ആണവ നിലയം ഉത്തർപ്രദേശ്. നെക്സ്റ്റ് വൺ, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2024 ഒക്ടോബറിൽ
ബ്രിക്സ് ഉച്ചകോടി നടന്നത്? ഓപ്ഷൻ എ കസാൻ റഷ്യ, ഓപ്ഷൻ ബി കെയ്റോ ഈജിപ്റ്റ്, ഓപ്ഷൻ സി ദുബായ് UAE, ഓപ്ഷൻ ഡി ബീജിംഗ് ചൈന. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്? ആൻസർ ഓപ്ഷൻ എ കസാൻ റഷ്യ. ഓപ്ഷൻ എ കസാൻ റഷ്യ. നെക്സ്റ്റ് വൺ, ഗൂർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഇരുമ്പുരുക്ക് വ്യവസായം, ബി ടെക്സ്റ്റൈൽ വ്യവസായം, സി പഞ്ചസാര വ്യവസായം, ഡി രാസവ്യവസായം. ഗൂർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായം ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. നെക്സ്റ്റ് വൺ, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി കർണാടകം, ഓപ്ഷൻ ഡി ഒഡീഷ. ഇവിടെ ചോദ്യം ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന എന്നല്ല വരേണ്ടത്, പകരം എന്ത് വരണോടെ? ഇരുമ്പുമായി കൂട്ടിക്കലർത്തി ലോഹസങ്കരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? മാംഗനീസ്. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി, ഇരുമ്പുമായി, ഇവിടെ ഇരുമ്പാട്ടോ, ഇരുമ്പ്, അങ്ങനെയാണെങ്കിൽ ആൻസർ നമുക്കിവിടെ ഉണ്ട്. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി ലോഹസരം ഉണ്ടാക്കാൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മാംഗനീസ് ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള മാംഗനീസ് കണ്ടുവരുന്നത് എവിടെയാണ്? കൂടുതലായിട്ടും മധ്യപ്രദേശിലാണ്. ഈ ചോദ്യം ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്, കാരണം ചോദ്യം തെറ്റാണ്. അപ്പോൾ മാംഗനീസ് നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ് അല്ലേ? എന്തിനു വേണ്ടി മാംഗനീസ് ഉപയോഗിക്കും? ഇത്രയും തെറ്റിക്കളയാൻ നമുക്ക് എന്നാൽ എഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്കി എന്താണ്? ഇരുമ്പുമായി കൂട്ടിക്കലർത്തി ലോഹസങ്കരം ഉണ്ടാക്കാൻ മാംഗനീസ് ഉപയോഗിക്കുന്നു. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി ലോഹസങ്കരങ്ങൾ ഉണ്ടാക്കാൻ മാംഗനീസ് ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള മാംഗനീസ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് ആകുന്നു. അടുത്തത്, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം, ബി രാജ്യാന്തര വനവൽക്കരണ പദ്ധതി, സി അന്തർദേശീയ സമുദ്രതട സംരക്ഷണം, ഡി പശ്ചിമഘട്ട വന്യജീവി സംരക്ഷണം. ആൻസർ ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. ആഗോള സുസ്ഥിര വികസനം. നെക്സ്റ്റ് വൺ, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 60 വയസ്സിൽ താഴെയുള്ളവർ, ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും, ഓപ്ഷൻ സി 60 വയസ്സ് കഴിഞ്ഞ വനിതകൾ, ഓപ്ഷൻ ഡി പ്രായപരിധി ഇല്ല. ആൻസർ ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. നെക്സ്റ്റ് വൺ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ 2008, ഓപ്ഷൻ ബി 2005, ഓപ്ഷൻ സി 2010, ഓപ്ഷൻ ഡി 2015. ആൻസർ ഓപ്ഷൻ സി 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ഗോവ. ആൻസർ ഓപ്ഷൻ എ കേരളം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പ്രസ്താവന എന്ന് പറയുമ്പോൾ 1 തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, 2 ഫ്യൂഡൽ നികുതി നൽകുക, 3 നികുതി നൽകാതിരിക്കുക. ആൻസർ ഏതൊക്കെയാവാം? ആൻസർ ഓപ്ഷൻ ബി രണ്ടാമത്തെ മാത്രമാണ്. രണ്ടാമത്തെ മാത്രം, ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ അരുൾനൂൽ, ബി ആദിഭാഷ, സി വേദാധികാര നിരൂപണം, ഡി നവമഞ്ജരി. ആൻസർ ഓപ്ഷൻ ഡി നവമഞ്ജരി. നവമഞ്ജരി. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്?
ഓപ്ഷൻ എ ഷോർട്ടുഗായ്, ഓപ്ഷൻ ബി ലോഥൽ, ഓപ്ഷൻ സി ധോളവീര, ഓപ്ഷൻ ഡി ചാൻഹുദാരോ. ആൻസർ ഓപ്ഷൻ സി ധോളവീര. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ അതിൻ്റെ പ്രസ്താവനകൾ നോക്കാം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു, ആനി ബസന്റ് ആണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഓപ്ഷൻ എ 3 മാത്രം, ബി 1 മാത്രം, സി 1 2, ഡി 2. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 മാത്രമാണ് ബന്ധമില്ലാത്ത അല്ലേ. ഗുലാംഗിരി ജ്യോതി റാവു ഭോലെ അല്ലേ. ഗുലാംഗിരി ആനി ബസന്റ് ബന്ധമില്ല. പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി, ഓപ്ഷൻ ബി പ്രേംചന്ദ്, സി സത്യേന്ദ്രനാഥ് ടാഗോർ, ഡി വള്ളത്തോൾ. ആൻസർ ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. നെക്സ്റ്റ് വൺ, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ എ വീരേശലിംഗം, ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി ജ്യോതിബ ഫുലെ, ഓപ്ഷൻ ഡി ഇ.വി. രാമസ്വാമി നായ്ക്കർ. ആൻസർ ഓപ്ഷൻ ഡി ഇ.വി. രാമസ്വാമി നായ്ക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി തെലുങ്കാന, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി തമിഴ്നാട്. ആൻസർ ഓപ്ഷൻ ബി തെലുങ്കാന. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഏതാണ് ഇവിടെ? ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19-22 വരെയാണ്. പിന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 14-18, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25-28, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെ. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ പോറ്റി ശ്രീരാമുലു, ബി പിംഗലി വെങ്കയ്യ, സി വെങ്കട ചെല്ലയ്യ, ഓപ്ഷൻ ഡി പ്രേം ബിഹാരി നാരായൺ. ആൻസർ ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. 2, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 3, ശാസ്ത്രം, വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ആൻസർ അത് വരുന്നുണ്ട്. ആൻസർ ഇവയെല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓപ്ഷൻ ഡി ഇവയെല്ലാം. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി. ഓപ്ഷൻ എ രാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യനോ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ബി രാജസ്ഥാൻ, സി മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്താണ്?
എ ടി എൻ ശേഷൻ, സുകുമാർ സെൻ, രംഗനാഥ മിശ്ര ഇവർ ആരുമല്ല. ആൻസർ ഓപ്ഷൻ ബി സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, സെർഷ്യോട്ടറി. ആൻസർ ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആനന്ദമഠം. ഓപ്ഷൻ ബി ആനന്ദമഠം. അടുത്ത താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം ആണ്? അതിൽ ഒന്നാമത്തേത് അമ്മു സ്വാമിനാഥൻ, 2 ദാക്ഷായണി വേലായുധൻ, 3 രാജ്കുമാരി അമൃത കൗർ, 4 സരോജിനി നായിഡു. ഇതിൽ ആൻസർ ഓപ്ഷൻ ഡി ഇവ എല്ലാവരും. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ എ ബേപ്പൂർ, ബി ചേറ്റുവ, സി ചിത്താരി, ഡി വേമ്പനാട്ടുകായൽ. ആൻസർ ഓപ്ഷൻ ഡി വേമ്പനാട്ടുകായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ഓപ്ഷൻ എ പൊന്തച്ചാടൻ, ബി ബുദ്ധമയൂരി, സി പുള്ളിയാര, ഡി ചീനപ്പൊട്ടൻ. ആൻസർ ഓപ്ഷൻ ബി ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? എ കബനി, ബി പെരിയാർ, സി ഭാരതപ്പുഴ, ഡി പമ്പ. ആൻസർ ഓപ്ഷൻ എ കബനി നദി. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല നേടിയ ടീമിലെ മലയാളി താരം? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം? ഓപ്ഷൻ എ പ്രണോയ് HS, അനുഷ് അഗർവാല, വിഷ്ണു ശരവണ, PR ശ്രീജേഷ്. ആൻസർ ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. അടുത്തത് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഓപ്ഷൻ എ ആന, കണ്ടാമൃഗം, വരയാട്, പുലി. ആൻസർ ഓപ്ഷൻ സി വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഓപ്ഷൻ എ തുള്ളൽ, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, ഓപ്ഷൻ സി രാമനാട്ടം, ഓപ്ഷൻ ഡി തെയ്യം. ആൻസർ ഓപ്ഷൻ സി രാമനാട്ടം. കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള നദി ഏതാണ്? ഭാരതപ്പുഴ, ബി കോരപ്പുഴ, സി മീനച്ചിലാറ്, ഡി മഞ്ചേശ്വരം പുഴ. ആൻസർ ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ചിങ്ങം 1, ബി നവംബർ 1, സി വൃശ്ചികം 1, ഡി മെയ് 1. ആൻസർ ഓപ്ഷൻ എ ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഓപ്ഷൻ എ ഡീസൽ, ബി നാഫ്ത, സി പെട്രോൾ, ഡി മണ്ണെണ്ണ. ആൻസർ ഓപ്ഷൻ ബി നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? വൈപ്പിൻ, ബി നീണ്ടകര, സി മുനമ്പം, ഡി വിഴിഞ്ഞം. ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നീണ്ടകര. 1912 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? പ്രസ്താവന 1, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. 2, രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. 3,
കലാപത്തെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി ആയിരുന്നു. ഇതിൽ ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവനയും നാലാമത്തതും ശരിയാണ്. ആൻസർ 1, 4 ആൻസർ ഓപ്ഷൻ സി. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? നിഹോൺ ഡിഹാൻക്യോ, യുണൈറ്റഡ് നേഷൻസ്, സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ്, വേൾഡ് ഫുഡ് പ്രോഗ്രാം. സമാധാന നോബൽ പ്രൈസ് നേടിയ സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, നിഹോൺ ഹിഡാൻക്യോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. ഓപ്ഷൻ എ വിയ്യപുരം, ബി കാരിച്ചാൽ ചുണ്ടൻ, സി നടുഭാഗം, ഡി പായിപ്പാടൻ ചുണ്ടൻ. ആൻസർ ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നവരിൽ ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡി ഞാൻ വായിക്കാം. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം, ബി ചട്ടമ്പി സ്വാമികൾ അകലത്തിരുട്ട്, സി വൈകുണ്ഠസ്വാമികൾ ദർശനമാല, ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ശരിയായ ജോഡി ആരുണ്ട് ഇവിടെ? ആൻസർ ഓപ്ഷൻ ഡി, പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യ, ബി ശ്രീലങ്ക, ചൈന, നേപ്പാൾ. ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ അദ്ദേഹം രചിച്ച പ്രസിദ്ധമായ നാടകം ഏതാണ്? നാടകം, വി.ടിയുടെ നാടകം ഏതാണ്? എ രജനീരംഗം, ബി വെടിവെട്ടം, സി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, ഡി കാലത്തിൻ്റെ സാക്ഷി. ആൻസർ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി. ഓപ്ഷൻ എ ആനി മസ്ക്രീൻ, ബി അമ്മാളു അമ്മ, സി സരോജിനി നായിഡു, ഡി അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി. ആൻസർ ഓപ്ഷൻ എ ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ ആണോ? അക്കമ്മ ചെറിയാൻ, അക്കമ്മ ചെറിയാൻ, അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി അക്കമ്മ ചെറിയാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? ആൻസർ ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. ഒരു പോയിന്റ് കൂടി പറയാം. ഏത് ഭാഗമാണോ പഠിക്കുക ആ ഭാഗം വൃത്തിയായി പഠിക്കുക എന്നുള്ളതാണ്. മറക്കാൻ പാടില്ല. ആ ഭാഗം പഠിച്ചിട്ട് അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ടെങ്കിൽ, കേരള ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നാം പഠിച്ച ഭാഗമാണെന്ന് ഓർമ്മയേ ഉള്ളൂ, പക്ഷേ ആൻസർ അറിയില്ല എങ്കിലത് വേഗം പോയി ഒന്നുകൂടെ പഠിച്ചത് ഉറവാക്കുക. ഓക്കെ. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ചിരി, കൂട്ട്, തുണ, ഹോപ്പ്. ആൻസർ ഓപ്ഷൻ ബി കൂട്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. അടുത്തത്, സസ്യങ്ങളിൽ വീര്യസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു, ബി പരാഗണം, ഓപ്ഷൻ സി പുംബീജങ്ങൾ രൂപം കൊള്ളുന്നു, ഓപ്ഷൻ ഡി അണ്ഡം ഉണ്ടാകുന്നു.
ആൻസർ ഓപ്ഷൻ എ, ഓവ്യൂൾ വിത്താകുന്നു. ഓവ്യൂൾ വിത്താകുന്നു. അടുത്തത് എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം ഏത്? എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ബയോസ്ഫിയർ റിസർവുകൾ, ഓപ്ഷൻ ബി നാഷണൽ പാർക്കുകൾ, ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ഓപ്ഷൻ ഡി കമ്മ്യൂണിറ്റി റിസർവുകൾ. ആൻസർ ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. എക്സിറ്റു കൺസർവേഷൻ പുറത്ത്. അടുത്തത് ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഓപ്ഷൻ എ ക്രിയാറ്റിനിൻ, ബി ഗ്ലോബുലിൻ, സി സുബറൈൻ, ഡി ലിഗ്നിൻ. ആൻസർ ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. അടുത്ത തന്നിരിക്കുന്നവയിലെ മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ പ്രോട്ടിയേസസ്, ലിപ്പേസ്, പെപ്സിൻ, ട്രിപ്സിൻ. ആൻസർ ഓപ്ഷൻ ബി ലിപ്പേസ്. ലിപ്പേസ്. തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. പേശീകോശത്തിനും ന്യൂറോണുകൾക്കുമിടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന 1ഉം 4ഉം ശരി, ബി ഓപ്ഷൻ 2ഉം 3ഉം ശരി, സി 1ഉം 2ഉം, ഡി 3ഉം 4ഉം. ഇതിലേത് ശരിയാവും? ആൻസർ ഓപ്ഷൻ ബി 3ഉം 2ഉം. 2ഉം 3ഉം. പേശീകോശത്തിന് ന്യൂറോണിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു, ന്യൂറോണുകൾക്കിടയിലും സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? അല്ലേ, ബോറടിച്ച് തന്നാൽ വേഗം ചാടിക്കുറഞ്ഞിച്ച് പഠിക്കണം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഓപ്ഷൻ എ ക്ലോറിൻ, ഓപ്ഷൻ ബി ബ്രോമിൻ, ഓപ്ഷൻ സി ഫ്ലോറിൻ, ഓപ്ഷൻ ഡി അയോഡിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഫ്ലോറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. ഓപ്ഷൻ എ നിക്രോം, ബി അൽനിക്കോ, സി സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഡി വെങ്കലം. ആൻസർ ഓപ്ഷൻ ബി അൽനിക്കോ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻസ് വേണ്ടേ? പോളിത്തീൻ, ഓപ്ഷൻ ബി പോളിവിനൈൽ ക്ലോറൈഡ്, ഓപ്ഷൻ സി ബേക്കലൈറ്റ്, ഓപ്ഷൻ ഡി നൈലോൺ. തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ബേക്കലൈറ്റ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഏതാണ്? ആൻസർ ഏണസ്റ്റ് റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡ്. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടേൻ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. LPGയിലെ മുഖ്യ ഘടകം മീഥേൻ. ഓപ്ഷൻ എ മീഥേൻ, ബി ബ്യൂട്ടേൻ, സി ഈഥേൻ, ഡി പ്രൊപ്പേൻ ആണ് അല്ലേ? മുഖ്യ ഘടകം ബ്യൂട്ടേൻ അല്ലേ? ചെറിയൊരു തോന്നുന്നുണ്ട് എനിക്ക്. ബ്യൂട്ടേൻ ചെക്ക് ചെയ്യട്ടെ. ഇവിടെ LPGയിലെ മുഖ്യ ഘടകം, എനിക്കൊരു ചെറിയ ഡൗട്ട് വന്നു. ബ്യൂട്ടേൻ എന്ന സാധനമുണ്ടല്ലേ മുഖ്യ ഘടകം. പ്രധാന ഘടകങ്ങൾ ബ്യൂട്ടേനും പ്രൊപ്പേനുമാണ്. നമ്മൾ ബ്യൂട്ടേനും ബ്യൂട്ടേൻ ആൻസർ എഴുതാൻ പറ്റില്ല. രണ്ടും അതുകൊണ്ട് ഡിലീറ്റ് ആക്കിയ ക്വസ്റ്റ്യൻസ്. അതായത് ബ്യൂട്ടേനും പ്രൊപ്പേനുമാണ് LPGയിലെ മുഖ്യ ഘടകം എന്ന് പറയുന്നത്. LPG ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? ബ്യൂട്ടേൻ ദ്രവീകരിച്ചാണ്. LPG ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? ബ്യൂട്ടേൻ ദ്രവീകരിച്ചാണ് അല്ലേ? LPGയിലെ മുഖ്യ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് അല്ലേ? പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബ്യൂട്ടേനും പ്രൊപ്പേനുമാണ്. ഓക്കെ,
ബ്യൂട്ടീൻ ദ്രവീകരിച്ചാണ് LPG ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG. ലിക്വിഫൈഡ് അതായത് പാചകവാതകം ഇല്ലേ, അതാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG. അതിലെ പ്രധാന ഘടകങ്ങൾ പ്രൊപ്പേനും ബ്യൂട്ടേനും. ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ബ്യൂട്ടീൻ ദ്രവീകരിച്ചാണത് ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മുടെ പാചകവാതകത്തിന് മണം കിട്ടാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ. മണം കിട്ടാൻ വേണ്ടി ഈഥൈൽ മെർക്യാപ്റ്റൻ ഉപയോഗിക്കുക. ഈഥൈൽ മെർക്യാപ്റ്റൻ. ഓക്കെ. അടുത്തത് പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. ഓപ്ഷൻ എ വേഗത, ഓപ്ഷൻ ബി ദൂരം, സ്ഥാനാന്തരണം, ത്വരണം. ആൻസർ ഏതാണ്? പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. ആൻസർ ഓപ്ഷൻ ഡി ത്വരണം. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ പാസ്കൽ, ബി ന്യൂട്ടൺ, സി ജൂള്, ഡി കലോറി. ആൻസർ ഓപ്ഷൻ ബി ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ്. ഓപ്ഷൻ എ സ്ഥിതികോർജം, ബി ഗതികോർജം, സി യാന്ത്രികോർജം, ഡി സ്ഥാനോർജം. ചലനം കൊണ്ട് സാധ്യമാകുന്ന. ആൻസർ ഓപ്ഷൻ ബി ഗതികോർജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? സൗരോർജം, കാറ്റിൽ നിന്നുമുള്ള ഊർജം, അറ്റോമിക് റിയാക്ടറുകൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ആൻസർ ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? ഓപ്ഷൻ എ അൾട്രാസോണിക്, ഓപ്ഷൻ ബി ഇൻഫ്രാസോണിക്, ഓപ്ഷൻ സി ഭൂകമ്പ തരംഗങ്ങൾ, ഓപ്ഷൻ ഡി സീസ്മിക് തരംഗം. ആൻസർ ഓപ്ഷൻ എ അൾട്രാസോണിക് തരംഗങ്ങൾ. അടുത്ത മാത്സ് ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, ആൻസറും വായിക്കാം കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ ആൻസർ കറക്റ്റാണ്, അതിൻ്റെ ആൻസർ അതാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് പോവുക. തുടർച്ചയായ 5 അണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 62. തന്നിരിക്കുന്ന ഭിന്നസംഖ്യ ജോഡികളിൽ തുക 1 വരാത്തത് ഏതാണ്? ഓപ്ഷൻ എ 1/2, 1/2, ഓപ്ഷൻ ബി 2/3, 1/3, ഓപ്ഷൻ സി 5/11, 4/11, ഓപ്ഷൻ ഡി 7/15, 8/15. ഓക്കെ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 5/11, 4/11. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? ആൻസർ ഓപ്ഷൻ എ 7 ലിറ്റർ. ചോദ്യം കാണാമല്ലോ, ഉത്തരം കൂടി ഞാൻ പറയാം. തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 5/4. 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപ ആകുന്നു? ആൻസർ ഓപ്ഷൻ ബി 780 രൂപ. 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? ആൻസർ ഓപ്ഷൻ എ 30 മിനിറ്റ്. ഓപ്ഷൻ എ 30 മിനിറ്റ്. 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 5/4. ഒരാൾ ഒരു സാധനം 2.07 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം വേണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി 2415 രൂപ. നിങ്ങളിത് പോസ് ചെയ്ത് വെച്ചിട്ട് വേണം ചോദ്യം ചെയ്യാൻ കേട്ടോ, എന്നിട്ട് ഉത്തരം എഴുതണം. 196 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു ചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 14 മീറ്റർ. അതല്ല നിങ്ങൾക്ക് PDF ആയിട്ട് ഇത് വേണം എന്നുണ്ടെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അടുത്തത്
5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഏത് സംഖ്യയാണ്? ആൻസർ ഓപ്ഷൻ ബി 70. 5 വർഷം മുൻപ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങ് ആയിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 11 വയസ്സ്. 11 വയസ്സ്. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നത് NQXG എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ഹേറ്റ് എന്നതിൻ്റെ കോഡ് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി GCVG. 93. 1 മൈനസ് ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് ഹാഫ് ഈക്വൽ ടു എത്രയാണ്? അല്ലേ, 1 ഹാഫ് കുറച്ചപ്പോൾ ഹാഫ് കിട്ടി അല്ലേ, അതിനോട് വീണ്ടും ഹാഫ് കൂട്ടി അല്ലേ, പ്ലസ് ഹാഫ് ചെയ്തു. ശരിക്കും ചെയ്യേണ്ടത് ഹാഫ് ഇൻറ്റു ഹാഫാണ് ചെയ്യേണ്ടത് അല്ലേ, എന്നിട്ട് വേണം ചെയ്യാൻ. 93. ആൻസർ ഓപ്ഷൻ എ ആണ് 1 1/4. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏതാണ്? AZBY. അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആട്ടോ. ഒറ്റയാൻ ആരാണ്? സംഖ്യയിൽ ഒറ്റയാൻ. ഓപ്ഷൻ എ ആണ്. ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമതും പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38ാമതും ആകുന്നു എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട്? ആൻസർ 2 ആണ് കേട്ടോ. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ സഞ്ചരിച്ച് അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് പോകുന്നു. തുടർന്ന് 4 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുന്നു. അതിനുശേഷം 7 കിലോമീറ്റർ വടത്തോട്ട് സഞ്ചരിക്കുന്നു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ 16 കിലോമീറ്റർ തെക്ക് മാറി. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. സിയുടെ ഭാരം സിയേക്കാൾ അല്ലേ, സിയുടെ ഭാരം ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ABC 6, BCD 9 ആണെങ്കിൽ CD എത്രയാണ്? അത് ഓപ്ഷൻ സി ആണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എത്ര ആയാലും കുഴപ്പമില്ല. അതായത് ഇപ്പോൾ 50+ ഇപ്പോൾ കിട്ടിയാൽ 50 മാർക്ക് ഇപ്പോൾ കിട്ടിയാൽ നിങ്ങൾ ഓക്കെയാണ്. ഇപ്പോൾ കൂടുതൽ കുറച്ചുകൂടി അഡ്വാൻസ് കറണ്ട് അഫെയർസും കുറച്ചുകൂടി പഠിച്ചാൽ നിങ്ങൾ 90ലേക്ക് എത്തും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.